നമസ്കാരം. കോൺഗ്രസിന്റെ പോഷക സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പോഷക സംഘടനയാണ്, അല്ലെങ്കിൽ കോൺഗ്രസോട് ചേർന്ന് നിൽക്കുന്ന പോഷക സംഘടനയാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ബാക്ക് ബോൺ ആണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് KSUവും അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസും ഒക്കെ വരുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ നിന്ന് മത്സരിക്കുകയും മന്ത്രിയാവുകയും ചെയ്തപ്പോൾ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന അധ്യക്ഷനില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ 3 വർഷം കൂടും തോറും സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമാവലി എന്ന് പറയുന്നത്. 2023 ശ്രീ രാഹുൽ മാങ്കൂട്ടം അവസാനമായി തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നത്. അന്ന് തൊട്ടു പിന്നിലെത്തിയത് അബിൻ വർക്കിയായിരുന്നു. അന്ന് A ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ട്, അതായത് ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയായിട്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നത്. അന്ന് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്ന സമയത്ത് അദ്ദേഹം വ്യാജ ID കാർഡ് നിർമ്മിച്ച് വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായത് എന്ന രീതിയിൽ വ്യാപകമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. അതുകൂടാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചാവേറുകളായിട്ടുള്ള ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും, അതായത് യൂത്ത് കോൺഗ്രസിന്റെ മെയിൻ സ്ട്രീമിൽ ഒന്നും നിൽക്കാത്ത ഒരുപാട് ആളുകൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിമാരും ജില്ലാ പ്രസിഡന്റുമാരും ഒക്കെ ആയിട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അന്ന് അതിശക്തമായ എതിർപ്പുകളാണ് ഉയർന്നു വന്നിരുന്നത്. കാരണം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാത്ത പല ആളുകളും അതോടൊപ്പം തന്നെ മറ്റു യുവജന സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ മണ്ഡലം പ്രസിഡന്റായിട്ട് വരുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നിന്നുമാണ് ഈ വ്യാജ ID കാർഡ് നിർമ്മിതിയുടെ ആരോപണം ഉയർന്നു വന്നത്. ഏതൊക്കെയാണ് നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ല. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ഇപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തിന്റെ മന്ത്രിയായിട്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനില്ല. ഇതിനു മുമ്പ് പല ആളുകളും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പല ആളുകളുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്. എന്നാൽ നിയമപരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ, താൽക്കാലിക യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ യൂത്ത് കോൺഗ്രസിന് ഒരു സ്ഥിരം അധ്യക്ഷനെ നിയമിക്കുന്നതിൽ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നതിൽ ചില നിയമ തടസ്സങ്ങളുണ്ട്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ നിയമാവലി അനുസരിച്ചിട്ട് 3 വർഷത്തിൽ ഒരിക്കൽ മെമ്പർഷിപ്പ് വിതരണം നടത്തി സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി ആ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതായത് 2023 അതിനു മുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എറണാകുളം DCCയുടെ പ്രസിഡന്റും ഇപ്പോഴത്തെ കൊച്ചി MLA ഒക്കെ ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് കോടതിയെ സമീപിച്ചതൊക്കെ നമ്മുടെ മുമ്പിൽ ഓർമ്മയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിയും യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ നിന്നും വളരെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി യൂത്ത് കോൺഗ്രസിനുണ്ടാവും. അത് വളരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്ക് പോകും എന്നുള്ളതൊരു വസ്തുതയായിട്ട് ഇരിക്കെ, ഇനി ഈ 2026 നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് യൂത്ത് കോൺഗ്രസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്. അപ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും യൂത്ത് കോൺഗ്രസിന് പുതിയൊരു അധ്യക്ഷൻ ഉണ്ടാവുക. എന്നാൽ അതുവരെ യൂത്ത് കോൺഗ്രസിന് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി സാധിക്കുമോ? മന്ത്രിയായിട്ടുള്ള OJ ജനീഷിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന് പ്രത്യക്ഷ സമരത്തിനൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇനി ഒരുപാട് പരിമിതികളുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന് ഒരു സംസ്ഥാന അധ്യക്ഷന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ബിനു ചുള്ളിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ താൽക്കാലിക പ്രസിഡന്റായിട്ട് നിയമിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൂടാതെ തന്നെ ധർമ്മടത്ത് മത്സരിച്ച അബ്ദുൾ റഷീദ്, ഈ ധർമ്മടത്ത് മത്സരിക്കുകയും അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദ്യ ഘട്ടത്തിലൊക്കെ പിന്നിലാക്കുകയും ചെയ്ത ഒരു യുവജന നേതാവാണ് അബ്ദുൾ റഷീദ്. അപ്പോൾ അബ്ദുൾ റഷീദിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ അബിൻ വർക്കി ഇപ്പോൾ ആറന്മുളയിൽ നിന്നുള്ള MLA ആണ് എങ്കിൽ തന്നെയും ഇതിനു മുമ്പും പല MLA മാരും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരായിട്ട് ഇരുന്നിട്ടുണ്ട്. അതായത് ശ്രീ PC വിഷ്ണുനാഥ് ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും KC വേണുഗോപാൽ ആണെങ്കിലും ഒക്കെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന സമയത്ത് അവര് MLAയും MP ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ KM അഭിജിത്തിനോ അബിൻ വർക്കിക്കോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അബിൻ വർക്കിയെ സംബന്ധിച്ചിട്ട് അബിൻ വർക്കിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുക എന്നുള്ളത്. OJ ജനീഷിന്റെ സ്പേസിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരും ആഗ്രഹിച്ചിരുന്നത് അബിൻ വർക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ യാദൃച്ഛികവശാൽ അവിടെയും ഷാഫി പറമ്പലിന്റെ ഒരു നോമിനി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ OJ ജനീഷ് വരുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇവരുടെ നോമിനി ആയിട്ടാണ് OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആയത് എങ്കിൽ തന്നെയും
അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഗ്രൂപ്പുകളൊന്നും തന്നെ നോക്കാതെ കൃത്യമായിട്ട് KC വേണുഗോപാലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുൻപോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പിന്നീട് അദ്ദേഹം KC വേണുഗോപാലിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന് ഒരു താൽക്കാലിക അധ്യക്ഷൻ മാത്രമായിരിക്കും ഉണ്ടാവുക. എന്നാൽ തുടർന്ന് 2026 അവസാനത്തോടുകൂടി നടക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് വിതരണത്തോടും അനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിന് ഉള്ള ഒരുക്കമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ OJ ജനീഷിന്റെ കമ്മിറ്റി അധികാരമേറ്റിട്ട് അധികം നാളായിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റിക്ക് 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ മതി എന്നുള്ള വാദം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. അത് പക്ഷെ നിയമപരമായിട്ട് നിലനിൽക്കത്തില്ല. ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ യൂത്ത് കോൺഗ്രസിനോട് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു അഭ്യുദയകാംക്ഷിയോ ഈ പറഞ്ഞ പോലെ ഒരു പരാതിയുമായിട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ, ഒരു പെറ്റീഷനുമായിട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിന് ഉറപ്പായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും, യൂത്ത് കോൺഗ്രസിന് ഇനി ഒരു സ്ഥിരം അധ്യക്ഷൻ വരികയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമായിരിക്കും. ഒരുപാട് ആളുകൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്മാരൊക്കെ ആവാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. JS അഖിൽ ഉൾപ്പെടെയുള്ള ആളുകൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അദ്ദേഹം ആയിട്ടില്ല എന്നുള്ള കാര്യം കോൺഗ്രസിനകത്തും യൂത്ത് കോൺഗ്രസിനകത്തും ഒക്കെ ഉള്ള എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിയുടെ നോമിനി ആയിരുന്നു ശ്രീ JS അഖിൽ എന്ന് പറയുന്നത്. പക്ഷെ JS അഖിലിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതിനകത്തൊക്കെ നടന്നിട്ടുള്ള പൊളിറ്റിക്കൽ ഗെയിമുകൾ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും കേരളത്തിലെ പൊതുസമൂഹത്തിന് മൊത്തം അറിയാവുന്ന കാര്യമാണ്. ഏതൊക്കെയാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, ഇപ്രാവശ്യവും വ്യാജ ID കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെയെങ്കിലും ഒക്കെ ചാവേറുകൾ ഇറങ്ങിത്തിരിക്കുമോ, യൂത്ത് കോൺഗ്രസ് പിടിച്ചെടുക്കുമോ, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ അപ്പോഴും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഒരു ആശ്വാസമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെയും അതോടൊപ്പം തന്നെ KC വേണുഗോപാലിന്റെയും VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെയും ഒക്കെ നിലപാടുകളായിരിക്കും. ആ നിലപാടുകൾ അനുസരിച്ചിട്ട് കൃത്യമായ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും മണ്ഡലം പ്രസിഡന്റുമാരും ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികളും ഒക്കെയാണ് ഉണ്ടാവേണ്ടത്. മറിച്ച് യൂത്ത് കോൺഗ്രസിൽ ഇല്ലാത്ത അല്ലെങ്കിൽ മറ്റ് യുവമോർച്ചയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്, മണ്ഡലം പ്രസിഡന്റായിട്ട് വരുന്ന അവസ്ഥയൊക്കെ. ആ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം സംഭവിച്ച് ഈ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വളരെ സുതാര്യമായ രീതിയിൽ തന്നെ നടക്കുമെന്നും യൂത്ത് കോൺഗ്രസിന് നല്ല ഒരു സംസ്ഥാന അധ്യക്ഷനെ കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെയാലും യൂത്ത് കോൺഗ്രസിന് പുതിയ സ്ഥിരം സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും വരിക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്.